നിങ്ങൾക്ക് ട്രെയിലോബൈറ്റുകൾ ഇതിനകം തന്നെ വിചിത്രമാണെന്ന് കരുതുന്നുണ്ടാകാം, പക്ഷേ ഇല്ല. അവയ്ക്ക് പിന്നിൽ ഇതിനും അതിശയകരമായ ഒരു പൂർവികൻ മറഞ്ഞിരിക്കുന്നു. 500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിലോബൈറ്റിനെ പോലെ ഒരു ഷെല്ലുള്ള ഒരു ജീവി ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ മുഴുവൻ ശരീരം മുള്ളുകളാൽ മൂടപ്പെട്ടിരുന്നു. കാലുകൾ അതിന്റെ പുറത്തു വളർന്നു, വായ് പിന്നിലെ ഭാഗത്തായിരുന്നു. ശാസ്ത്രജ്ഞർ ആദ്യം അതിനെ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ ആർട്ടിസ്റ്റുകൾ അത് തലകീഴായി വരച്ചു. കാരണം ഇത്രയും വിചിത്രമായ ജീവനെ ആരും കണ്ടിട്ടില്ല. അതിന് പേര് വിയർഡ് എഗ് വർം എന്നാണ്. ഡാർവിനെ പോലും പരിണാമത്തെ ചോദ്യം ചെയ്യാൻ ഇടയാക്കുന്ന ഒരു വിചിത്ര ജീവി. അതിനും വിചിത്രമായി ഈ ജീവിയും ട്രെയിലോബൈറ്റുകളും യഥാർത്ഥത്തിൽ ബന്ധുക്കളാണ്. കൂടാതെ അവ ഒരു കഴിവ് പങ്കിടുന്നു: പ്രായോഗികമായി കൊല്ലാൻ അസാധ്യം. വലിയ വിനാശങ്ങൾ അനവധി ജീവികളെ ഇല്ലാതാക്കാം, പക്ഷേ അവക്ക് ട്രെയിലോബൈറ്റുകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ ജീവനിരപ്പ് DNA എഴുതിയതല്ല, അത് 500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പരിണാമത്തിൽ പാരമ്പര്യമായി ലഭിച്ചതാണ്. ഇപ്പോൾ ചോദ്യം ഇതാണ്: വിയർഡ് എഗ് വർം ട്രെയിലോബൈറ്റുകളെക്കാൾ ശക്തമാണെന്ന് തോന്നിയിട്ടും അതെന്തുകൊണ്ട് കാംബ്രിയൻ കാലഘട്ടത്തിൽ അപ്രത്യക്ഷമായി? ട്രെയിലോബൈറ്റുകൾ 270 മില്യൺ വർഷങ്ങൾ കടലുകൾ ഭരിച്ചപ്പോൾ? ഉത്തരം ഇതിലും വിചിത്രമാണ്. വിയർഡ് എഗ് വർം പരിസ്ഥിതി കാരണം ഇല്ലാതായതല്ല, അത് തന്നെ അപ്രത്യക്ഷമാകാൻ തെരഞ്ഞെടുത്തു. ഒരു റിലേ ബാറ്റൺ കൈമാറുന്നത് പോലെ അത് ജീവിക്കാനുള്ള അവകാശം കൂടുതൽ വിജയകരമായ തന്റെ സന്തതിയായ ട്രെയിലോബൈറ്റുകൾക്ക് കൈമാറി. ഈ രണ്ട് വിചിത്ര ജീവികളുടെയും യഥാർത്ഥ ബന്ധം കണ്ടെത്താൻ നമുക്ക് 500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പ്രാചീന സമുദ്രത്തിലേക്ക് തിരിച്ചു പോകണം. ഭൂമി കാംബ്രിയൻ എക്സ്പ്ലോഷൻ വഴി കടന്നു പോവുകയായിരുന്നു. വെറും 20 മില്യൺ വർഷങ്ങൾക്കുള്ളിൽ ആധുനിക ജീവികളുടെ ഭൂരിഭാഗം പൂർവികരും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ആ കലഹത്തിനിടയിലാണ് വിയർഡ് എഗ് വർം ജനിച്ചത്. ഇത് വെറും 1 മുതൽ 3 സെന്റിമീറ്റർ വരെ നീളമുള്ളതായിരുന്നു. പക്ഷേ 7 മുതൽ 8 ജോഡി കൊമ്പുകൾ ഉണ്ടായിരുന്നു, ഓരോന്നും ഇരട്ട പാളി ഘടനയോടെ ഒന്നിനുള്ളിൽ മറ്റൊന്നുപോലെ നിർമ്മിച്ചിരുന്നതായിരുന്നു. ഒരു കൊമ്പ് പൊഴിയുന്നതിന് മുൻപ് അതിനുള്ളിൽ തന്നെ പുതിയൊന്ന് വളരുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. അതിന്റെ അർത്ഥം എന്താണ്? 500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പേ വിയർഡ് എഗ് വർമിന് ഒരു ബാക്കപ്പ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നതാണ്. ശരീരഭാഗം തകരുകയാണെങ്കിൽ അതിന് താഴെ തന്നെ ഒരു പകരം ഭാഗം തയ്യാറായി കാത്തിരിക്കുന്നു. അതിലും വിചിത്രമായത് അതിന്റെ വായായിരുന്നു. ഫോസിലുകൾ സ്കാൻ ചെയ്യാൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ അതിന്റെ വായിൽ പല്ലുകളുടെ ഒരു വളയം കണ്ടെത്തി. ഒരു മീറ്റ് ഗ്രൈൻഡർ പോലെയുള്ളത്. ഷാർക്കിന്റെയേക്കാൾ കൂടുതൽ സാന്ദ്രമായത് പ്ലാങ്ക്ടണുകളുടെ കഠിന ഷെല്ലുകൾ ചതയ്ക്കാൻ നിർമ്മിച്ചതായിരുന്നു. എന്നാൽ ശാസ്ത്രജ്ഞരെ ഏറ്റവും അതിശയിപ്പിച്ചത് അത് എങ്ങനെ ഭക്ഷിച്ചെന്നതല്ല, അതെങ്ങനെ കണ്ടു എന്നതാണ്. വിയർഡ് എഗ് വർമിന് ഒരു ജോഡി ലളിതമായ കണ്ണുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രായോഗികമായി കുരുടൻ. അതിന്റെ പുറത്തെ മുള പോലുള്ള സ്പർശകങ്ങൾ ഉപയോഗിച്ച് വെള്ളത്തിന്റെ പ്രവാഹത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ഭക്ഷണം കണ്ടെത്തുമായിരുന്നു. ഇവിടെ വരെ ഇത് സാധാരണ പോലെ തോന്നുന്നു, പക്ഷെ പിന്നീട് കാര്യങ്ങൾ വിചിത്രമാകുന്നു. 1977 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ മോറിസ് ആദ്യമായി വിയർഡ് എഗ് വർമിനെ വിവരിച്ചപ്പോൾ അദ്ദേഹം അത് വയറുഭാഗം മുകളിലേക്ക് വരച്ചു. മുള്ളുകളിൽ നടക്കുകയും സ്പർശകങ്ങളാൽ വസ്തുക്കൾ പിടിക്കുകയും ചെയ്യുന്ന രീതിയിൽ. ആ പിഴവ് മുഴുവൻ 14 വർഷം തുടർന്നു. 1991 ചൈനീസ് ശാസ്ത്രജ്ഞൻ ഹൗ ഷിയാങ് യുന്നാനിലെ ചെങ്ജിയാങ്ങിൽ നല്ല നിലയിൽ സംരക്ഷിക്കപ്പെട്ട ഫോസിൽ കണ്ടെത്തി. മോറിസ് വിയർഡ് എഗ് വർമിനെ പൂർണ്ണമായി തലകീഴായി വരച്ചുവെന്ന് മനസ്സിലാക്കി. 14 വർഷത്തെ ഗവേഷണത്തിന് ശേഷവും ശാസ്ത്രജ്ഞർക്ക് ഏതു ഭാഗം തലയും ഏതു ഭാഗം വാല് എന്ന് പോലും തിരിച്ചറിയാനായില്ല. അത് ശാസ്ത്രജ്ഞർ അജ്ഞാനികളായതുകൊണ്ടല്ല. വിയർഡ് എഗ് വർം അത്യന്തം പ്രതീക്ഷിക്കാനാകാത്ത ഒരു ജീവിയായിരുന്നു. സാധാരണ ബുദ്ധിക്കെതിരായ അതിലും വിചിത്രമായ കാര്യങ്ങൾ ഇനിയും വരാനുണ്ടായിരുന്നു. ഭൗമചരിത്രത്തിൽ ഇത്ര ആഴത്തിൽ അടയാളം കാണിക്കുന്ന കോഡ് ഭാഗ്യത്തെക്കുറിച്ചല്ല, അത് ശക്തിയെക്കുറിച്ചായിരുന്നു. 500 മില്യൺ വർഷങ്ങളായി നിർമ്മിതമായ വംശനാശത്തെ പ്രതിരോധിക്കുന്ന അന്തിമ ജ്ഞാനം അതായിരുന്നു.